അമേരിക്കൻ മുസ്ലിങ്ങളുടെ അതിജീവനത്തെ കുറിച്ച് ഒരു പഠനം നടത്തുന്നുണ്ട്. അവർ വളരെ കൃത്യമായും അമേരിക്കൻ മുസ്ലിങ്ങൾ എങ്ങനെയാണ് ഇത്തരം റെജീമുകളെ, ഇത്തരം വലിയ രീതിയിലുള്ള അക്രമങ്ങളെ നേരിട്ടത് എന്ന് പറയുന്നിടത്ത് ഒരു 4-5 പോയിന്റുകൾ നൽകുന്നുണ്ട്. പക്ഷെ ഞാൻ അത്ഭുതപ്പെട്ടത് യമനിലെ ഹൂസികൾക്കെതിരായ ഒരു ആക്രമണം അഴിച്ചുവിട്ടത് ഓർക്കുന്നുണ്ടാവും, ആസിഫത്തുൽ അഹസം എന്ന പേരിൽ. ആർക്കെതിരായിരുന്നു ആ യുദ്ധം? ഹൂസികൾക്കെതിരായിരുന്നു. ഹൂത്തികൾക്ക് എവിടെ നിന്നാണ് സൈനിക പരിശീലനം കിട്ടിയിരുന്നത്? എവിടെ നിന്നാണ് ആയുധങ്ങൾ ലഭിച്ചിരുന്നത്? ലോക ശ്രദ്ധ മുഴുവൻ അമേരിക്കയും ഉള്ള യുദ്ധത്തിൻ്റെ ഒക്കെ പിന്നാലെയാണ്. പശ്ചിമേഷ്യ വളരെ ബുദ്ധിമുട്ടി യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഫലസ്തീനും ഇപ്പോഴും ഒരുപാട് ആളുകൾ ഫലസ്തീനിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് സിറിയയിൽ കൂട്ടക്കുരുതികൾ നടന്ന കാലം ഉണ്ടായിരുന്നു 2015 സമയത്തൊക്കെ. ഒരു സമയത്ത് തന്നെ 300ഓളം ആളുകളൊക്കെ ഒരുമിച്ച് വധിക്കുകയും കുഴിമാടങ്ങൾ ഇട്ടിട്ട് ലൈവായിട്ട് ആളുകളെ കുഴിയിലേക്ക് ഇറക്കുകയോ ചെയ്യുന്ന അതിഭീകരമായ ദുഷ്ടപ്രവർത്തനങ്ങൾ നടത്തിയ രാജ്യമാണ് സിറിയ. അതിൻ്റെ ആളുകൾ ഇപ്പോൾ ചോദ്യം ചെയ്യുകയും അതിൻ്റെ വിചാരണ നടക്കുകയോ ചെയ്യുമ്പോൾ സിറിയയിലെ ആളുകളൊക്കെ അത് വളരെ ഭംഗിയായിട്ട് പിന്നെ തെരുവിലേറെ ജാഥ വിളിക്കുകയും വിചാരണ തുടങ്ങിയപ്പോൾ തന്നെ സന്തോഷ പ്രകടനങ്ങളൊക്കെ കണ്ട്. എന്താണ് സിറിയയുമായി ബന്ധപ്പെട്ട് ഷംജാസ് നമുക്ക് ഇതിൽ സൂചിപ്പിക്കാനുള്ളത്? തീർച്ചയായും ഒരു വേള നമുക്ക് ഒരുപോലെ സങ്കടവും അതുപോലെ തന്നെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഒരു പരിധി വരെ നമുക്ക് ചില ആശ്വാസവും നൽകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരിക്കും ഈ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ഞാൻ ആമുഖമായി ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. പൊതുവിൽ അന്താരാഷ്ട്ര വിഷയങ്ങളെ, ഗ്ലോബൽ പൊളിറ്റിക്സിനെ നോക്കിക്കാണുന്ന കാര്യത്തിൽ മലയാളികൾക്ക് പൊതുവിലും വലിയ തെറ്റുകൾ പറ്റാറുണ്ട്. ഈ സോഷ്യൽ മീഡിയ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നതൊക്കെ പറയുമ്പോഴും ഞാൻ പലപ്പോഴും അതിനെ വായിക്കാറുള്ളത് മലയാളികളാണ് അങ്ങനെ ജീവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂട്ടർ. പക്ഷെ കഴിഞ്ഞാലിപ്പോ നമ്മൾ രാജ്യാന്തരമായി തന്നെ കണക്കുകൾ പരിശോധിക്കുന്നിടത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഇന്റർനെറ്റ് യൂസേജ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് ആക്റ്റീവ് യൂസേഴ്സ് ഉള്ള നാടാണ് കേരളം. പൊതുവിൽ കേരളത്തിന്റെ എല്ലാ വിഷയത്തിലെയും സോഴ്സ് ഓഫ് നോളേജ് എന്നുള്ളത്, ഏത് വിഷയത്തെക്കുറിച്ചുള്ള ധാരണകൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇന്ന് ഈ പറയുന്ന ഓൺലൈൻ മീഡിയയിലൂടെ ആയി എന്നുള്ളതാണ്. അപ്പോൾ ഉണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപകടം എന്ന് പറയുന്നത് പലപ്പോഴും ഓൺലൈൻ മീഡിയ എന്ത് നറേഷനാണോ ക്രിയേറ്റ് ചെയ്യുന്നത് അതിലൂടെ തന്നെ മാത്രമാണ് മലയാളികൾ ആ വിഷയത്തെ വായിക്കുന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്ന ഒരു വിഷയം, ഞാൻ ആമുഖമായ ഒരു കാര്യം കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പൊ ഇന്ത്യയെ പറ്റി ലോകത്തെ മറ്റേതെങ്കിലും ഒരു രാജ്യത്തുള്ള വ്യക്തിക്കുള്ള അഭിപ്രായം എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മൾ വലിയ രീതിയിലുള്ള ആശങ്കകളായിരിക്കും പുലർത്തുക. ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യയുടെ ഫാഷിസ്റ്റ് അധിനിവേശത്തെക്കുറിച്ചും നിലവിലുള്ള ഇവിടെയുള്ള ഹിന്ദുത്വ ഭരണകൂടത്തെക്കുറിച്ചും എല്ലാമുള്ള ആശങ്കകൾ ഉണ്ടായേക്കാം. പക്ഷേ അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളും അവിടെയുള്ള ജീവിതങ്ങളെ കുറിച്ചൊക്കെ വായിക്കേണ്ടതുണ്ട്. അപ്പോൾ വളരെ സെലക്റ്റീവായ റീഡിങ്ങിന്റെ ഒരു പ്രശ്നം അത് വലിയ രീതിയിൽ വളരെ ചെറിയൊരു ഭാഗത്തെ മാത്രം വായിക്കുകയും അത് വെച്ച് ചില ധാരണകൾ ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വിഷയത്തെ പറ്റിയുള്ള എന്ത് കമന്റുകളും ഈ വിഷയത്തെക്കുറിച്ചുള്ള എന്ത് അഭിപ്രായ പ്രകടനങ്ങളും അതിന് ചില പരിധികളുണ്ട്. നമ്മൾ മീഡിയയിലൂടെ വായിക്കുന്ന വായനകളാണ്. പക്ഷേ സാധാരണ ജനങ്ങൾ പ്രത്യേകിച്ചും അറിയേണ്ടത് ഇവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രം മലയാള മീഡിയയിലൂടെ എല്ലാം പലപ്പോഴും പ്രചരിപ്പിക്കപ്പെടുന്ന ചില ധാരണകൾക്ക് വലിയ തിരുത്ത് അല്ലെങ്കിൽ വലിയ തിരിച്ചടിയാണ് സിറിയയിൽ നിന്നും പുതിയതായി വരുന്ന വാർത്തകൾ. പ്രത്യേകിച്ച് ഇപ്പോൾ ഇറാൻ അമേരിക്ക വിഷയത്തിലെ വലിയ ചർച്ചകൾ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞ വിഷയം, ഖുർആനിലെ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞപ്പോൾ നമ്മൾ പല പണ്ഡിതന്മാരെയും എണ്ണിയല്ലോ. അവിടെ നമ്മൾ അൽബിറൂണിയെ കുറിച്ചൊക്കെ എണ്ണിയ അത്തരം വലിയ പണ്ഡിതന്മാരും ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളും എല്ലാം ഉണ്ടായിരുന്ന ദമസ്കസ്, അത് സിറിയയുടെ തലസ്ഥാനാണ്. പക്ഷെ ഇന്ന് യഥാർത്ഥത്തിൽ ലോകത്ത് ഇൻഹാബിറ്റേഷൻ അല്ലെങ്കിൽ മനുഷ്യന്റെ വാസം ഇല്ലാത്ത അല്ലെങ്കിൽ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നഗരങ്ങളിൽപ്പെട്ട ഒരു നഗരമാണ് ദമാസ്കസ് എന്ന് പറയുന്നത്. അപ്പോ ഒരു കാലത്ത് ലോകത്തെ നയിച്ച വലിയ അത്ഭുതങ്ങൾ സംഭവിച്ച നഗരങ്ങളൊക്കെ ഇത്തരത്തിൽ മാറ്റപ്പെടാനുള്ള കാരണം എന്ത് എന്നിടത്ത് നമ്മൾ ഈ വിഷയത്തെ തുടങ്ങണം എന്നുള്ളതാണ്. സിറിയയുടെ ഒരു പൊതു പശ്ചാത്തലം ഞാൻ ആമുഖമായി പറയാം. സിറിയ 1946 യഥാർത്ഥത്തിൽ ഫ്രഞ്ച് കോളനിയിൽ നിന്നും മോചിപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഏകദേശം 1920-കൾക്ക് ശേഷം ഫ്രഞ്ച് അധിനിവേശത്തിന് കീഴിലാവുകയും പിന്നീട് 1946 കൂടിയാണ് സിറിയ സ്വാതന്ത്ര്യത്തിൽ എത്തുന്നത്. പക്ഷേ പിന്നീട് ഏകദേശം ഒരു 10-20 വർഷങ്ങൾക്ക് ശേഷം 1970 കൂടി അസദ് കുടുംബം, അതായത് നമ്മൾ സാധാരണ ബഷർ അസദിനെ കുറിച്ച് മാത്രമാണ് പലരും കേട്ടിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന്റെ കുടുംബങ്ങളാണ് പിന്നീട് സിറിയ ഭരിക്കുന്നത്. പക്ഷേ അത് ആദ്യം തുടക്കത്തിൽ തുടങ്ങുകയും പിന്നീട് വലിയ രീതിയിലുള്ള ഒരു റെജീമായി മാറുകയും തുടർച്ചയായിക്കൊണ്ട് ഏകദേശം ഒരു 40 വർഷത്തിന് മേലെ അത് അവർ ഭരിക്കുകയും ചെയ്തൊരു കാലമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ 2000 കൂടിയാണ് നമ്മൾ ഇന്ന് കാണുന്ന ബഷാർ അൽ അസദുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിക്കുന്നത്. ബഷാർ അൽ അസദ് 2000-ൽ അവിടെ റെയിനിൽ കയറുകയും അവിടെ ഭരണത്തിൽ കയറുകയും പിന്നീട് 2011 വരെ, കൃത്യമായി പറഞ്ഞാൽ 2011-ലെ നമ്മളൊക്കെ പലപ്പോഴും എണ്ണാറുള്ള ഈ ഹംസ അൽ ഖത്തീബിന്റെ ഒരു കൊലപാതകം വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു വളരെ സ്വസ്ഥമായ ഒരു ഭരണം, സ്വസ്ഥം എന്ന് ഞാൻ പറയുന്നത് അസദ് ഭരണകൂടത്തിന്റെ ഒരു വളരെ വളരെ ക്രൂരമായ ഒരു ഭരണം നടന്നിരുന്ന ഒരു കാലം.
അവിടെ നിന്ന് 2011 ആദ്യമായി സിറിയയിൽ ചില പ്രതികരണങ്ങൾ ഉണ്ടാവുന്നത്. സിറിയയിലെ പ്രതികരണങ്ങളുടെ ഏറ്റവും ആദ്യത്തെ ഒരു രംഗമാണ് 2011 അന്ന് ഒരു സ്കൂളിലെ, എനിക്ക് തോന്നുന്നു കൃത്യമായി പറഞ്ഞാൽ ഒരു 13 കുട്ടികളൊക്കെയാണ്, വളരെ കൗമാരക്കാരായ കുട്ടികൾ ഈ ഭരണകൂടത്തിനെതിരെ ഗ്രാഫിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാലങ്ങൾക്കും റോഡുകൾക്കൊക്കെ അരികിൽ ഇതിന് ഭരണകൂടങ്ങൾക്കെതിരെ പെയിന്റിംഗ് നടത്തും കുട്ടികളൊക്കെ. ഇത് പലപ്പോഴും യൂറോപ്യൻ നാടുകളൊക്കെ സന്ദർശിച്ച ആളുകൾക്ക് വളരെ കോമൺ ആയി കാണാവുന്ന കാര്യമാണ്. അപ്പൊ ഈ ഗ്രാഫിറ്റി വരക്കുകയും അന്ന് അവിടെ ആ ഒരു ഗ്രാഫിറ്റി വരയ്ക്കാൻ വേണ്ടി ഭരണകൂടത്തിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി കൂടിയിരുന്ന കൗമാരക്കാരിലെ 13 വയസ്സുള്ള ഹംസ അൽ ഖത്തീബിനെ വളരെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയിൽ നിന്നൊക്കെയാണ് പലപ്പോഴും ലോകം ഇത് ആദ്യമായി വായിച്ചു തുടങ്ങുന്നത്, പൊതുവിൽ വായിച്ചു തുടങ്ങുന്നത്. അന്ന് ഒരുപക്ഷെ ഞാൻ ഇപ്പോ നസീഫ് സാറ് തൊട്ട് മുൻപ് പറഞ്ഞ സിറിയയിലെ വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചകൾ നമ്മളൊക്കെ പലപ്പോഴും കണ്ട് മനസ്സ് മരവിച്ചു പോയ കാഴ്ചകൾ, അതൊക്കെ പിന്നീട് നമ്മൾ പുറത്ത് കാണുന്നത് 2013 കൂടിയാണ്. സീസർ ഫയൽസ് എന്ന് പറഞ്ഞ് സിറിയയിൽ നിന്നും രഹസ്യമായി ഇത്തരം ഫോട്ടോകൾ, ഇത്തരം വീഡിയോകളൊക്കെ കടത്തുകയും പിന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് അത് ലഭിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ അവിടെയുള്ള ക്രൂരതകൾ കാണുന്നത്. ഒരു വേള ആ ക്രൂരതയുടെ അളവ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഇപ്പൊ നമ്മൾ ഇന്ന് അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്ന കൃത്യമായ ഡേറ്റ് 2026 ഏപ്രിൽ 16 എനിക്ക് തോന്നുന്നത്. ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട അംജദ് യൂസഫ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം അന്നത്തെ സിറിയൻ പട്ടാളത്തിന് അല്ലെങ്കിൽ ഈ പറയുന്ന അസദ് പട്ടാളത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം 2013 258 ആളുകളെയാണ് ഒരു കുഴിയിൽ ഇട്ടുകൊണ്ട് ക്രൂരമായി വെടിവെച്ച് കൊല്ലുന്നത്. വെടിവെച്ച് കൊന്നു എന്ന് മാത്രമല്ല, പലപ്പോഴും നമ്മൾ കാണുന്ന വാർത്തകൾ, ഞാൻ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരു പക്ഷേ മനുഷ്യനെ ചിന്തിക്കാൻ പോലും സാധിക്കാത്ത രൂപത്തിലുള്ള ക്രൂരതകളാണ്. നമ്മുടെ ഇമാജിനേഷനിൽ പോലും നമുക്ക് അത്തരം ക്രൂവൽറ്റികളെ ഇമാജിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, മനുഷ്യനെ അടക്കാൻ അല്ലെങ്കിൽ മനുഷ്യനെ കൃത്യമായിട്ട് സംസ്കരിക്കാനുള്ള സ്ഥലമില്ലാത്തത് കൊണ്ട് അവിടെ ഈ മനുഷ്യരെ നമ്മൾ പേപ്പർ പോലെ അരച്ച് പരത്തുന്ന രൂപത്തിൽ ഉള്ള ക്രൂരത വരെ അവിടെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അതിനപ്പുറത്തേക്കുള്ള അവിടെയുള്ള സ്ത്രീകളുമായി ബന്ധപ്പെട്ടും ഒക്കെ ക്രൂരമായത്. ഇപ്പോ ബഷാർ അൽ അസദുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് BBC ഒക്കെ ഇറക്കിയ ഡോക്യുമെന്ററികളിൽ നമുക്ക് അവിടെയുള്ള ജയിലുകളെ കാണാൻ സാധിക്കും. ആ ജയിലുകളിലൊക്കെ വർഷങ്ങളോളം, ജനിച്ചത് മുതലും അത് കഴിഞ്ഞിട്ടൊക്കെ വർഷങ്ങളോളം ഒരാൾക്ക് ഇരിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ, എന്ന് വെച്ചാൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ഒരു ഇടുപ്പിന് മുകളിലേക്കുള്ള ഹൈറ്റ് പോലും ഇല്ലാത്ത ജയിലുകളിൽ വർഷങ്ങളോളം കടന്ന ആളുകൾ, പൂർണ്ണമായ ഇരുട്ടിൽ കിടന്ന ആളുകൾ, അവർക്ക് ഏതെങ്കിലും സമയത്ത് മാത്രം ചില ഭക്ഷണങ്ങൾ നൽകി അവരുടെ ജീവൻ നിലനിർത്തിക്കൊണ്ട് അത്രയും ക്രൂരതകൾ നടന്ന ഒരു രാജ്യമാണ് അല്ലെങ്കിൽ ഒരു നാടാണ് യഥാർത്ഥത്തിൽ സിറിയ. ആ സിറിയയാണ് ഇപ്പോൾ വലിയൊരു സന്തോഷത്തോടു കൂടിയ പ്രതികരണങ്ങൾ നമ്മൾ കാണുന്നത്. അപ്പോൾ ഒന്നാമത് ഈ വിഷയത്തിൽ വളരെ 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 സമഗ്രമായ രൂപത്തിലുള്ള ചില അപഗ്രഥനങ്ങൾ ആവശ്യമാണെന്നുള്ളത് വളരെ അനിവാര്യമാണ്. പക്ഷേ നമ്മൾ ഈ വിഷയത്തിൽ വായിക്കുന്ന ഒന്നാമത്തെ കാര്യം, സിറിയൻ ജനത കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി അനുഭവിക്കുന്ന യാതനകൾക്ക് ഒരു ആശ്വാസം കണ്ടു തുടങ്ങിയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ആ ആശ്വാസത്തിൽ തീർച്ചയായും നമ്മുടെ ഐക്യദാർഢ്യം നമ്മൾ പ്രഖ്യാപിക്കുന്നുള്ളതാണ്. എന്നാൽ അതോടൊപ്പം തന്നെ കൃത്യമായും അവിടെ ഉത്തരം പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോ 2026 ഏപ്രിൽ 16 ഹസക്ക പ്രൊവിൻസിലുള്ള അമേരിക്കൻ ബേസ്, ഹസറക്ക് എന്ന് പറയുന്ന അമേരിക്കൻ ബേസ് പിൻവലിക്കുന്നത്, ഏറ്റവും അവസാനമായിട്ട് അമേരിക്ക പിൻവലിയുന്ന അവിടെയാണ്. അതാണ് ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം. അഥവാ അമേരിക്ക ഏകദേശം കുറച്ച് വർഷങ്ങളായി തന്നെ സിറിയക്ക് നൽകുന്ന സൈനിക പിൻബലം അല്ലെങ്കിൽ സൈനികമായ ചില സഹായങ്ങൾ, പ്രത്യേകിച്ച് അത് വ്യോമസേനയുമായി ബന്ധപ്പെട്ടൊക്കെയാണ് നൽകുന്നത്. ആ വിഷയത്തിൽ അമേരിക്ക ഇപ്പോൾ പതിയെ പിൻവലിയുന്നു. ഇതിന് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇറാൻ അമേരിക്ക യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വായിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അൽ ജസീറ പുറത്തുവിട്ട ഒരു വാർത്തയിലും കാണാൻ സാധിക്കുന്നത് ഇറാനിന്റെ അക്രമങ്ങൾ ഭയന്നുകൊണ്ടാണ് അമേരിക്ക പിൻവലിയുന്നതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ വിഷയങ്ങൾ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായിട്ടുണ്ട്. 2024 2025 ആയിട്ട്. ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ 2025 മെയ്യിലാണ് അമേരിക്കയുടെ 8 ബേസുകളിലെ 7 ബേസുകളും തോമസ് ബറാക്ക് എന്ന് പറയുന്ന എൻവോയുടെ കീഴിൽ അവർ പിൻവലിക്കുന്നത്. പിന്നീട് 2026 ഫെബ്രുവരി, എന്ന് വെച്ചാൽ നമ്മൾ 1.5 മാസം മുൻപ് നമ്മൾ ഈ പറഞ്ഞ ഇറാൻ അമേരിക്കൻ വാറിന്റെ ഒക്കെ വളരെ ക്രൂരമായ മുഖങ്ങൾ കാണുന്ന സമയത്ത് തന്നെ അവിടെയുള്ള പല പ്രദേശങ്ങളിൽ നിന്നും അമേരിക്ക പിൻവലിക്കുന്നു. ഓയിൽ ഫീൽഡ് എന്നൊക്കെ കാഴ്ചകൾ കാണുന്നുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വിഷയത്തിൽ ഇന്ന് നമുക്ക് ലഭിക്കുന്ന വാർത്ത എന്ന് പറയുന്നത്, ബഷാർ അൽ അസദിന്റെ കീഴിലുണ്ടായിരുന്ന സൈനികരിലെ വളരെ പ്രധാനപ്പെട്ട മുൻപിൽ നിന്നിരുന്ന കമാൻഡർമാരിലെ പ്രധാനപ്പെട്ട ചില ആളുകൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ഇപ്പൊ ബഷാർ അൽ അസദ് ഇന്ന് റഷ്യയിലാണ് എന്നും ജർമ്മനിയിലാണെന്നൊക്കെ പല അഭ്യൂഹങ്ങൾ ഉണ്ടെങ്കിലും ഇന്റർനാഷണൽ പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ അന്താരാഷ്ട്രപരമായി തന്നെ നിയമങ്ങൾ ബാധിക്കുന്ന രൂപത്തിൽ അവരെല്ലാം നോട്ടപ്പുള്ളികളായി ഇന്ന് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് ഇവിടെ ഏകാധിപതികൾ അധികകാലം നിലനിൽക്കില്ല എന്നുള്ളതിനും മാത്രമല്ല, പലപ്പോഴും സിറിയൻ ജനതയെ കുറിച്ചുള്ള വായന എന്ന് പറയുന്നത് അവർ ഇസ്ലാമികമായി തന്നെ
വളരെ കൃത്യമായ വിശ്വാസം വെച്ചു പുലർത്തുന്ന ഒരു ജനവിഭാഗമാണ്. സ്വാഭാവികമായിട്ടും അവരുടെ പ്രതികരണങ്ങളും അവരുടെ ക്ഷമയും എല്ലാത്തിലുമുള്ള ഒരു നീതിയായി കൂടി നമുക്ക് വേണമെങ്കിൽ ഇതിനെ വായിക്കാമെന്നുള്ളതാണ്. ഇപ്പോൾ ആതിഫ് നജീബ് എന്ന് പറയുന്ന വ്യക്തിയും അംജദ് യൂസഫ് എന്ന് പറയുന്ന വ്യക്തിയും എല്ലാം ഈ വിഷയത്തിൽ പിടിച്ചിട്ട് മാത്രമല്ല, ഇതിൽ വലിയൊരു കാലത്തിന്റെ ഒരു കാവ്യനീതി എന്നൊക്കെ പറയാവുന്ന ഒരു കാര്യം, 2011 ഈ വിഷയങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെട്ട ദർഗാ പ്രവിശ്യയിൽ നിന്നാണ് ഇപ്പോൾ രണ്ടാമത് ഇവരെല്ലാം അറസ്റ്റ് ചെയ്യുകയും അവരെയൊക്കെ കൃത്യമായി വിചാരണ ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ വിഷയത്തെ സമഗ്രമായി വായിക്കുന്നിടത്ത് നമുക്ക് കാണാവുന്ന 3 കാര്യങ്ങൾ. ഒന്ന്, സിറിയയുമായി ബന്ധപ്പെട്ട ഈ 1.5 പതിറ്റാണ്ട് നീണ്ടു നിൽക്കുന്ന ഈ വലിയ യാതനകൾക്കുള്ള ആശ്വാസമായിക്കൊണ്ടാണ് ഇന്നിപ്പോ അഹമ്മദ് ഷറായുടെ കീഴിലുള്ള ഒരു ഭരണം വന്നിട്ടുള്ളത്. പക്ഷെ ആ ഭരണവുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പോൾ പലപ്പോഴും വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണ് ഇപ്പോൾ സൗദി അറേബ്യയുമായി ബന്ധപ്പെട്ട് മറ്റ് അറബ് രാജ്യങ്ങൾക്ക് സൗദി അറേബ്യയുടെ സഹായങ്ങൾ എന്താണ്. പക്ഷേ സിറിയയുമായി ബന്ധപ്പെട്ടൊക്കെ ഏതൊരു വ്യക്തിയും വായിക്കുന്നിടത്ത് കാണുന്ന വളരെ തുറന്ന ഒരു ഡോക്യുമെന്റ് ആണ് യഥാർത്ഥത്തിൽ സൗദി അറേബ്യ അവരെയൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്, എങ്ങനെയാണ് സഹായിച്ചിട്ടുള്ളത്. ഇപ്പോൾ അമേരിക്കൻ ബേസ് അവിടെ നിന്ന് പിൻവലിയുമ്പോൾ സ്വാഭാവികമായുള്ള ഒരു ഭയമാണ് അവിടെ നിലവിലുള്ള സൈനിക പിൻബലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൈനികരുടെ ബലം എന്ന് പറയുന്നത് അത് വീക്ക് ആവുന്നുണ്ടോ എന്നുള്ളത്. പക്ഷേ കൃത്യമായ നയതന്ത്ര ഇടപെടലുകൾ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതും മറ്റ് അറബ് രാജ്യങ്ങൾ അവിടെ കൃത്യമായ സഹായങ്ങൾ നൽകുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ വായിക്കുന്നത് കൃത്യമായ ഐക്യത്തിന്റെ കൂടി ഒരു വായനയാണ്. എന്നാൽ മറുവശത്ത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ബഷാർ അസദിന്റെ ക്രൂരതകളൊക്കെ വായിക്കുന്നിടത്ത് കാലത്തിന്റെ ഒരു കാവ്യനീതി എന്ന് പറയുന്ന രൂപത്തിൽ അള്ളാഹു ഇതിനെയെല്ലാം നോക്കിക്കാണുന്നുണ്ട് എന്നതും ക്ഷമിക്കുന്ന വ്യക്തികൾക്ക് ആത്യന്തികമായി അവർക്ക് നീതി ലഭിക്കുമെന്നുമുള്ള ചില ചിത്രങ്ങൾ കൂടി നമുക്ക് വായിക്കാൻ സാധിക്കുന്നതാണ്. ഏറ്റവും അവസാനത്തേത് എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ വിഷയം നമ്മൾ മൊത്തം വായിക്കുന്ന സമയത്ത് ഈ അൽ ജസീറ അമേരിക്കയിലെ ഫാഷിസ്റ്റ് അധിനിവേശത്തെ കുറിച്ച്, അല്ലെങ്കിൽ അവിടെയുള്ള നിലവിലെ ഈ പറയുന്ന രൂപത്തിലുള്ള വളരെ ബുദ്ധിമുട്ടിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളെ കുറിച്ചെല്ലാം പറയുന്ന സമയത്ത് അമേരിക്കൻ മുസ്ലിങ്ങളുടെ അതിജീവനത്തെ കുറിച്ച് ഒരു പഠനം നടത്തുന്നുണ്ട്. അവർ വളരെ കൃത്യമായും അമേരിക്കൻ മുസ്ലിങ്ങൾ എങ്ങനെയാണ് ഇത്തരം റെജീമുകളെ, ഇത്തരം വലിയ രീതിയിലുള്ള അക്രമങ്ങളെ നേരിട്ടത് എന്ന് പറയുന്നിടത്ത് ഒരു 4-5 പോയിന്റുകൾ നൽകുന്നുണ്ട്. പക്ഷെ ഞാൻ അത്ഭുതപ്പെട്ടത് അതിൽ ഒന്നാമതായി അവർ എണ്ണുന്ന ഒന്ന് റെസിലിയൻസ് ഇൻ ഫെയ്ത്ത് എന്നാണ്. റെസിലിയൻസ് ഇൻ ഫെയ്ത്ത് അഥവാ നമ്മൾ ശരിക്കും ഇസ്ലാമിക ഭാഷയിൽ പറഞ്ഞാൽ നല്ല ഈമാൻ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പോ ഇന്ത്യയിലെ നമ്മൾ സമകാലികമായി കേരളത്തേക്ക് വായിക്കുമ്പോൾ ഇവിടെയുള്ള ഇസ്ലാമോഫോബിയ വർദ്ധിക്കുമ്പോഴും മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ CAA NRC വരുമ്പോഴും ഈ പറയുന്ന നാടുകളിൽ നിന്നെല്ലാം നമുക്ക് വലിയ പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഫലസ്തീനിലെ ഓരോ ബോംബർ വിമാനങ്ങൾ പറക്കുമ്പോഴും അവിടെ അൽഹംദുലില്ലാ പറയുന്ന കുട്ടികളിൽ നിന്നും സിറിയയിൽ ഇന്ന് കാണുന്ന സന്തോഷത്തിനൊക്കെ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഈമാനിൽ ഉറച്ചു നിൽക്കുവാനും, ഒപ്പം നമ്മൾ ഈ വിഷയത്തേക്ക് കാണുന്നിടത്ത് ഇതിനേക്കാൾ വലിയൊരു രാജാതിരാജന്റെ അള്ളാഹുവിന്റെ കീഴിലാണ് എല്ലാ സൃഷ്ടികളും എന്നുള്ള ഒരു കൃത്യമായ ബോധം നമുക്കെല്ലാം ഉണ്ടാവണം എന്നാണ് ചുരുക്കി പറയുന്നത്. എന്താണ് സെൽഫി സിറിയയിലെ ഇപ്പോഴത്തെ സാഹചര്യം, ഉന്നത സാഹചര്യം എല്ലാം നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്? പൊതുവിൽ നേരത്തെ ഷംജാസ് പറഞ്ഞു തുടങ്ങിയതുപോലെ ഇന്റർനാഷണൽ അല്ലെങ്കിൽ ഗ്ലോബൽ പൊളിറ്റിക്സ്, പ്രത്യേകിച്ച് പശ്ചിമേഷ്യൻ രാഷ്ട്രീയം എന്നുള്ളത് പൊതുവിൽ അതിലെ അഭിപ്രായ പ്രകടനത്തിന് പരിമിതികളുണ്ട്. അല്ലെങ്കിൽ അത് ആ നിലക്കുള്ള വാർത്തകൾ നമുക്ക് ലഭിക്കാറില്ല. വളരെ സൂക്ഷ്മമായി അത്തരം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെ അങ്ങനെ നിരീക്ഷിച്ച് അത് റിപ്പോർട്ട് ചെയ്യുന്നൊരു സിസ്റ്റം പൊതുവിൽ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്കില്ല, മീഡിയകൾക്കില്ല. വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോഴാണ് അതൊക്കെ ശ്രദ്ധിക്കുക. അല്ല, ഒരു കണ്ടിന്യൂസ് ആയി അത് നിരീക്ഷിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന രീതിയൊന്നുമില്ല. ഇനി അത് റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്കോ അവർക്കൊക്കെ അവരുടേതായ ഒരു ഐഡിയോളജിയുടെയും അവരുടേതായ ചില താല്പര്യങ്ങളുടെയും ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ട് മാത്രമാണ് അത്തരം വാർത്തകൾ നമുക്കിങ്ങോട്ട് പുറത്തു വരാറുള്ളത്. ഇപ്പോഴത്തെ സിറിയയിലെ ജനങ്ങളുടെ സന്തോഷത്തെക്കുറിച്ച് പറഞ്ഞു. ബഷാർ അൽ അസദിൻ്റെ ഭരണകൂടം വീണ സമയത്ത് സിറിയയിലെ ജനങ്ങൾ പ്രകടിപ്പിച്ച സന്തോഷം അതിനെക്കുറിച്ച് നമ്മൾ കേട്ടിരുന്നു. പക്ഷെ അതൊന്നും മലയാളത്തിലെ മീഡിയകൾക്കിടയിൽ ആഘോഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് അതിൻ്റെ ഉത്തരം. എന്നാൽ ഇതിനു മുമ്പുണ്ടായ പല രാജ്യങ്ങളിലെയും ഭരണകൂടങ്ങളെ അസ്ഥിരപ്പെടുത്തുന്ന മുല്ലപ്പൂ വിപ്ലവമെന്നും അറബ് വസനമൊക്കെ വിളിച്ചിരുന്ന അവിടുത്തെ ഭരണമാറ്റങ്ങൾക്ക് വേണ്ടി ജനാധിപത്യ ഭരണം വരണമെന്ന ചില ആശയങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നടത്തിയ ആ സമരങ്ങളും അതുമായി ബന്ധപ്പെട്ടുണ്ടായ മാറ്റങ്ങളുമെല്ലാം വളരെ വലിയ രീതിയിൽ ഇവിടെ ആഘോഷിക്കപ്പെടുന്ന ഒരു രീതി നമ്മൾ കേരളത്തിൽ ഉൾപ്പെടെ കണ്ടിരുന്നു. ആ മാറ്റങ്ങളുടെ പിന്നീടുണ്ടായതിൻ്റെ പരിണിത ഫലം എന്താണെന്ന് നമുക്കറിയാം. രാജ്യങ്ങളൊക്കെ അസ്ഥിരപ്പെടുകയാണ് ചെയ്തത്. അതിലേറ്റവും പ്രയാസം നേരിടുന്ന പല രാജ്യങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെയൊക്കെ ഉള്ളിലേക്ക് പോയാൽ അതിൽക്കൊക്കെ പാശ്ചാത്യൻ ശക്തികൾക്ക് അതിലെല്ലാം പലതരത്തിലുള്ള താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ അവിടെ തങ്ങളുടെ ഒരു ഐഡിയോളജിയും തങ്ങളുടെ കാഴ്ചപ്പാടും ഒക്കെ ഉള്ള ആളുകൾ നടത്തുന്ന ചില കാര്യങ്ങളെ അതിനെ ഹൈലൈറ്റ് ചെയ്ത് അവതരിപ്പിക്കുകയും അത് ഭയങ്കര ആഘോഷിക്കപ്പെടേണ്ടതാണ് എന്ന നിലയ്ക്ക് ഇവിടെ വിശദീകരിക്കപ്പെടുകയും
ഇത്തരം കാര്യങ്ങൾ നമ്മളിലേക്ക് എത്താത്ത രൂപത്തിൽ ഉള്ള ഒരു രീതി ഇവിടുത്തെ മാധ്യമ ഇൻ്റർനാഷണൽ മീഡിയകൾ നിരീക്ഷിച്ച് റിപ്പോർട്ട് ചെയ്യുന്നൊരു സിസ്റ്റത്തിനുണ്ട് എന്നാണ് എനിക്കതിൽ ഒന്നാമതായിട്ട് പറയാനുള്ളത്. രണ്ടാമത് ഷിയ സാന്നിധ്യം പശ്ചിമേഷ്യൻ പ്രദേശങ്ങളെ എത്രമാത്രം അസ്ഥിരപ്പെടുത്തുന്നു എന്നതിൻ്റെ വലിയൊരു ഉദാഹരണം കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ സിറിയയുടെ ഒക്കെ ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, എന്തു വലിയ ക്രൂരതകളാണ് നമ്മൾ സിറിയയിലുണ്ടായി എന്ന് ഈ ബഷാറിൻ്റെ ഭരണത്തിന് ശേഷം നമ്മൾ അവിടെ കണ്ടത്. ശരിക്ക് ഹിറ്റ്ലർ നടത്തിയ ഹോളോകോസ്റ്റിനെക്കുറിച്ചും കോൺസെൻട്രേഷൻ ക്യാമ്പുകളെക്കുറിച്ചും അവിടെ നടത്തിയ കൂട്ടക്കുരുതികളെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിരുന്നു. ഇവിടെ ഈ 2021 നൂറ്റാണ്ടിലെ 3-ാം ദശകത്തിൽ വീണുപോയ ഒരു മൂന്നാമത്തെ പതിറ്റാണ്ടിൽ വീണുപോയ ഒരു ഭരണകൂടത്തിൻ്റെ അവർ ചെയ്തു കൂട്ടിയ കിരാത പ്രവർത്തനങ്ങളെ എടുക്കുമ്പോൾ അവിടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളുണ്ടായിരുന്നു, അവിടെ ഹോളോകോസ്റ്റ് ഉണ്ടായിരുന്നു, അവിടെ അതിക്രൂരമായ നിലക്ക് പീഡിപ്പിക്കപ്പെട്ടിരുന്നു. നിങ്ങൾ നോക്കിയാൽ ട്രംപ് ആദ്യം അധികാരത്തിൽ വന്ന സമയത്ത് ഒരു പ്രഖ്യാപനം നടത്തി 7 രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികൾക്ക് അമേരിക്ക വാതിൽ തുറക്കുകയില്ല. അതൊക്കെ ഈ അറബും ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ ആയിരുന്നു, അറബ് രാജ്യങ്ങളൊക്കെ ആയിരുന്നു. അതിലൊന്നും സിറിയ ഉണ്ടായിരുന്നു. സിറിയൻ അഭയാർത്ഥികൾ അന്നത്തെ പലായനവും ആ സമയത്ത് ഐലൻ കുർദി എന്ന് പറയുന്ന ഒരു കുട്ടി ഒരു കടൽ തീരത്ത് മരിച്ചു കിടക്കുന്നത് ലോകത്തിൻ്റെ മനസ്സാക്ഷിയെ ഞെട്ടിച്ചൊരു വലിയ സംഭവമാണ്. എത്ര മനുഷ്യർ സിറിയയിൽ കൊല്ലപ്പെട്ടു? 10 ലക്ഷത്തോളം ആളുകളെ ഇവർ കൊന്നു എന്നാണ് പറയുന്നത്. 10 ലക്ഷത്തോളം സിറിയക്കാരെ കൊന്നു തള്ളിയിട്ടുണ്ട് ഈ ബഷാറും അയാളുടെ മുൻഗാമികളൊക്കെ ആയിട്ടുള്ള ഭരണാധികാരികളും. 1.5 കോടി മനുഷ്യർ പലായനം ചെയ്തു എന്നാണ്. 1.5 കോടി മനുഷ്യർ പലായനം ചെയ്തു. എന്തുമാത്രം വലിയ ക്രൂരതകളാണ് ആ രാജ്യത്തുണ്ടായത്. ആരാണ് ഇതിന് പിന്തുണ കൊടുത്തത്? എവിടെ നിന്നായിരുന്നു ഇവർക്കുള്ള സപ്പോർട്ട്? ഈ ഷിയ പൊളിറ്റിക്സ് എന്ന് പറയുന്ന വളരെ മോശം രാഷ്ട്രീയത്തിൻ്റെ വലിയൊരു ഉദാഹരണമാണത്. അറബ് ലോകത്തെ 10 രാജ്യങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് യമനിലെ ഹൂസികൾക്കെതിരായ ഒരാക്രമണം അഴിച്ചുവിട്ടത് ഓർക്കുന്നുണ്ടാവും, ആസിഫത്തുൽ അഹസം എന്ന പേരിൽ. ആർക്കെതിരായിരുന്നു ആ യുദ്ധം? ഹൂസികൾക്കെതിരായിരുന്നു. ഹൂത്തികൾക്ക് എവിടെ നിന്നാണ് സൈനിക പരിശീലനം കിട്ടിയിരുന്നത്? എവിടെ നിന്നാണ് ആയുധങ്ങൾ ലഭിച്ചിരുന്നത്? അവർ ആരെയാണ് ലക്ഷ്യം വെച്ചിരുന്നത്? ഹൂത്തികൾ ബോംബിട്ടതിൽ അവർ ആക്രമണം നടത്തിയത് എവിടെ ഉണ്ടായിരുന്നു? ഹറമുകൾക്ക് നേരെ അവർ ആക്രമണം നടത്തിയിരുന്നു. എന്ത് ഇസ്ലാമിക താല്പര്യമാണ് അതിൻ്റെ പിന്നിലുള്ളത്? ഇതൊക്കെ ഇതേ തരത്തിൽ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? ഇതൊക്കെ ഇതേ തരത്തിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് എത്തുന്നുണ്ടോ ചോദിച്ചാൽ ഇല്ല എന്നതാണ് ഉത്തരം. വളരെ ഒരു മിനിമം റിപ്പോർട്ടിങ്ങിലാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ എത്താറുള്ളത്. ഞാൻ പറഞ്ഞത് ഒരു ഐഡിയോളജിയുടെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള മാധ്യമ പ്രവർത്തനമാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ പലപ്പോഴും നടക്കാറുള്ളത്. പ്രത്യേകിച്ച് പശ്ചിമേഷ്യൻ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നിടത്ത് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടായാൽ അവിടെ ഈ ക്രിക്കറ്റ് കമൻട്രി, ഫുട്ബോൾ കമൻട്രി പറയുന്നത് പോലെ 24 മണിക്കൂറും കമൻട്രി പറയുന്നവർ വസ്തുനിഷ്ഠമായി ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല എന്നതാണ്. സിറിയയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ രാസായുധങ്ങൾ കെമിക്കൽ ബോംബുകൾ പ്രയോഗിക്കപ്പെട്ടിരുന്നതാണ്. ഒരു രാജ്യത്തെ സ്വന്തം ജനതയ്ക്കു നേരെ അവിടുത്തെ ഭരണാധികാരി കെമിക്കൽ ബോംബ് ഉപയോഗിക്കുകയാണ്. അത്ര വലിയ ക്രൂരതകളാണ് അവിടെ നടന്നത്. ഷംജ സൂചിപ്പിച്ചതുപോലെ അതിനൊക്കെ ഒരു പരിസമാപ്തി ഉണ്ടായി. ആ പരിസമാപ്തിയുടെ സമയം മുതൽ അവിടുത്തെ ജനങ്ങൾ സന്തോഷിക്കുന്നതിൻ്റെ ചിത്രങ്ങൾ പൊതുവിൽ അവിടെ റിപ്പോർട്ട് മാധ്യമങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ക്രൂരകൃത്യങ്ങൾ പങ്കാളികളായ ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോഴും അവർ വിചാരണകൾക്ക് വിധേയമാക്കപ്പെടുമ്പോഴും അവരുടെ ക്രൂരതകൾക്ക് വിധേയരായ ജനത അവരുടെ സന്തോഷം നമ്മൾ കാണുന്നു. അത് ലോകത്തെ ഓരോ മനസാക്ഷിയുള്ള മനുഷ്യരുടെയും സന്തോഷമായിട്ടേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ.